ഓക്കെ. അപ്പം നമ്മൾ കാർട്ടൊക്കെ ഡിസൈൻ ചെയ്തു. നമ്മൾ കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കാർട്ടിൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നത്, അതുപോലെ ഡിലീറ്റ് ചെയ്യുന്നത്, ഇത്രയൊക്കെയാണ് ചെയ്തെത്തിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നമുക്കെന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പേജിൽ തന്നെ, കാർട്ട് എന്നുള്ള പേജിൽ തന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ബട്ടൺ, അത് ചെക്കൗട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പേയ്മെൻറ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. സോ നമുക്ക് അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം, ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ബട്ടൺ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പം നമ്മൾ ഈ ബട്ടണ് ചെക്കൗട്ട് എന്നുള്ള ഇത് കൊടുക്കാം. ചെക്കൗട്ട് എന്നോ പ്ലേസ് ഓർഡർ എന്നോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ചില ആപ്പുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണാവോ ആ പേ, ഇപ്പോൾ 100 ആണെങ്കിൽ പേ 100 ആൻഡ് പ്ലേസ് ഓർഡർ, അങ്ങനെയൊക്കെ ഉണ്ടാവും ടെക്സ്റ്റ്. അത് നമ്മുടെ ഡിസൈൻ ചോയ്സ് ആണ്. ഈ ക്വിക്ക് കൊമേഴ്സ് ആപ്പിലൊക്കെ കൂടുതലും നമ്മൾ ആ എമൗണ്ട് പേ ചെയ്യാനുള്ള ആ ഒരു ഇതാ കൊടുക്കാണ്ട്, പ്രത്യേകിച്ച് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ആകുമ്പം അവർക്ക് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക, പെട്ടെന്ന് കിട്ടുക, എല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇന്റൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബട്ടണിലാക്കി ഇതേപോലെ എമൗണ്ട് ഒക്കെ കാണിക്കാറുണ്ട്. സോ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. തൽക്കാലം നമുക്കിത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ ബട്ടണിന് നമുക്കൊരു കണ്ടീഷൻ ഇപ്പോഴേ കൊടുത്തേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കാർട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സമ്മതിക്കേണ്ട കാര്യമില്ല. ആ ബട്ടൺ അവിടെ ഡിസേബിൾ ആയിരിക്കണം. സോ കാർട്ടിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്ത് വെക്കുന്ന ഒരു കണ്ടീഷൻ അത് നമുക്ക് ഇപ്പോഴേ കൊടുത്തേക്കാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രോപ്പർട്ടീസിൽ ഏറ്റവും താഴെ ബട്ടൺ ഡിസേബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. കണ്ടീഷൻ എന്തായിരിക്കണം, നമ്മുടെ കാർട്ടിൽ ഐറ്റംസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. മിനിമം ഒരു ഐറ്റം എങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആക്റ്റീവ് ആയിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ആവണം. സോ ഡിസേബിൾ ആവാനുള്ള കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. സോ അതിലുള്ള ഐറ്റത്തിന്റെ എണ്ണം 0 ആണെങ്കിൽ ഇത് ഡിസേബിൾ ആയിരിക്കണം, അതാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺസെറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ കണ്ടീഷൻസിൽ സിംഗിൾ കണ്ടീഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് സ്റ്റേറ്റിലുള്ള കാർട്ട് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് അത് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. അപ്പം അത് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു, 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഐറ്റംസ് 0 ആണെങ്കിൽ ഇത് ഡിസേബിൾ ആയിരിക്കും എന്നർത്ഥം. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രിവ്യൂ ചെയ്ത് നോക്കാം, ഡിസേബിൾ ആയാൽ ഈ ബട്ടൺ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കൊടുത്താൽ മാറ്റമൊന്നുമില്ല, കാരണം എന്താണ്, ഡിസേബിൾ ചെയ്താലുള്ള കളർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. സോ ഈ അൺസെറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്കൻഡറി ടെക്സ്റ്റ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രേഡ് ഔട്ട് ബട്ടൺ ആയി അത്. സോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചെക്കൗട്ട് എന്നുള്ള ബട്ടൺ ഇതിനകത്ത് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിപ്പോൾ ഞാൻ ഈ പ്രിവ്യൂ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിനകത്ത് ഈ ലിസ്റ്റ് വ്യൂ, അതായത് കാർട്ടിനകത്ത് ഐറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിവിടെ വെറും ഒരു എംപ്റ്റി സ്പേസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലിസ്റ്റ് എംപ്റ്റി ആയിരിക്കുമ്പോൾ അവിടെ പകരം എന്തെങ്കിലും ഒരു എന്താ പറയുക, നോ ഐറ്റംസ് ഇൻ കാർട്ട് അല്ലെങ്കിൽ എംപ്റ്റി കാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടെക്സ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യം നമുക്കിവിടെ കാണിക്കാൻ പറ്റും. അത് എല്ലാ ലിസ്റ്റ് വ്യൂയിലും പറ്റും, കാർട്ടിൽ മാത്രമല്ല. ഞാൻ ഏതെങ്കിലും ഒരു ലിസ്റ്റ് വ്യൂയിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ, ഏതെങ്കിലും ക്ലാസ്? ഇല്ല. ഓക്കെ. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ നോക്ക്, ഇതൊരു ലിസ്റ്റ് വ്യൂ ആണ്. അതേപോലെ നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ ഒരു ലിസ്റ്റ് വ്യൂ ആയിരുന്നു, ഇവിടെ ലിസ്റ്റ് വ്യൂ ആയിരുന്നു. അപ്പം ഇതിലൊക്കെ ഒരു ഐറ്റവും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാം. സോ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ ലിസ്റ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, എംപ്റ്റി ലിസ്റ്റ് വിഡ്ജറ്റ് എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്.
അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോ എം ടി ലിസ്റ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കും വിഡ്ജറ്റിന്റെ ടൈപ്പ് ഇമേജ് ആണോ കോമ്പണന്റ് ആണോ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോമ്പണന്റ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പം ഞാനിവിടെ കോമ്പണന്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ കോമ്പണന്റ് സെലക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ഒരു സെലക്ട് കോമ്പണന്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പണന്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് ഇങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് പ്ലസ് ആഡ് എ കോമ്പണന്റ്, ക്രിയേറ്റ് എ ബ്ലാങ്ക് കോമ്പണന്റ് കൊടുക്കുക. എന്നിട്ട് എം ടി വിഡ്ജറ്റ് എന്നതിന് പേര് കൊടുക്കുക. എം ടി വിഡ്ജറ്റ് എന്നതിന് പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് കോമ്പണന്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബ്ലാങ്ക് സംഭവങ്ങളോട് വരും. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടെയ്നർ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടെയ്നറിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമുക്ക് മാക്സിമം ആക്കാം. അതിനകത്തേക്ക് നമുക്കൊരു കോളം ആഡ് ചെയ്യാം. എന്നിട്ട് ആ കോളത്തിന് പാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് എം ടി ആയിരിക്കുമ്പോൾ എന്താണോ അവിടെ കാണിക്കേണ്ടത് അത് നമ്മൾ ഇതിനകത്ത് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, ഒരു ഐക്കൺ ആണെങ്കിൽ ഐക്കൺ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റും ഒരു ഐക്കണും ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു, ഹലോ വേൾഡ്. അതേപോലെ ഒരു ഐക്കൺ ആഡ് ചെയ്യുന്നു. ഐക്കൺ ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ വരണം എന്നാണ് ആഗ്രഹം. സോ ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ സെൻട്രലാക്കുന്നു. ഇനി ഇവിടെ ഹലോ വേൾഡിന് പകരം എന്താണ് ഇവിടെ നമുക്ക് തൽക്കാലം ഞാൻ ടെക്സ്റ്റ് എന്നും പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമുക്ക് ഐക്കൺ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ എം ടി വിഡ്ജറ്റ് തന്നെ കൊടുക്കാം. നോ ഐറ്റംസ് ഇൻ കാർട്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു എന്താ പറയുക, ഒരു സെമി ബോൾഡ് കൊടുക്കാം. ദെൻ ഈ ഐക്കൺ അതിന് പകരം നമുക്ക് കാർട്ടിൻ്റെ തന്നെ ഒരു സിമ്പിൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതിലേതെങ്കിലും ഒരു എന്താ പറയുക, ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാർട്ട് കൊടുക്കാം. അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു 32 സൈസ് അല്ലെങ്കിൽ ഒരു 64 സൈസ് കൊടുക്കാം. കുറച്ച് വലുതായിക്കോട്ടെ. ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് കുറച്ച് വലുതാക്കാം. ദെൻ ഇതിൻ്റെ എല്ലാം ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ഇത്ര ബ്ലാക്ക് ആയിട്ട് വേണ്ട. സോ നമുക്ക് ഗ്രേഡ് ഔട്ട് കളർ കൊടുക്കാം ഇതിനൊക്കെ. സോ നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുക. ഇപ്പം നോ ഐറ്റംസ് ഇൻ കാർട്ട് ഇത്ര ഇതായിട്ട് വേണ്ട, ഞാൻ കുറച്ചും കൂടെ അതിൻ്റെ കളർ കുറക്കുകയാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണോ അത് ഇവിടെ ഡിസൈൻ ചെയ്യുക. അപ്പം നമ്മൾ ആ കോമ്പണന്റ് നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ലിസ്റ്റിലേക്കാണോ ഇത് ആഡ് ചെയ്യേണ്ടത് ആ ലിസ്റ്റുള്ള പേജിലേക്ക് വരിക. അപ്പം നമ്മുടെ കാർട്ടിൽ വന്നിട്ട് ഈ ലിസ്റ്റ് വ്യൂ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൾറെഡി എം ടി ലിസ്റ്റ് വിഡ്ജറ്റ് ഇത് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കോമ്പണന്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സെലക്ട് കോമ്പണന്റ് എം ടി വിഡ്ജറ്റ്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് ഞാൻ ഇൻഫിനിറ്റി കൊടുക്കുന്നു. ഹൈറ്റ് ഒരു 300 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വ്യൂ ഇൻ യു ഐ ബിൽഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വന്ന് കിടന്നോളും. കണ്ടില്ലേ, ഇതിപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കളറായിരുന്നു. സോ ഇവിടെ ഞാൻ വൈറ്റ് കൊടുക്കണ്ടായിരുന്നു. സോ നമുക്കൊരു കാര്യം ചെയ്യാം, അതങ്ങ് ഒഴിവാക്കിയേക്കാം. ഈ കണ്ടെയ്നറിൻ്റെ കളറ് പ്രൈമറി ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കാം. ദെൻ തിരിച്ച് കാർട്ട് നോക്ക്, ഇവിടെ നോ ഐറ്റംസ് ഇൻ കാർട്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നോളും. ഐറ്റംസ് ഒന്നും ഇല്ലാത്ത കേസിൽ ഇതിൽ നമ്മൾ ഇനി വേറെ കണ്ടീഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ ഈ എം ടി ലിസ്റ്റ് വെച്ചാൽ, അതായത് ലിസ്റ്റിൽ ഒന്നും ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതങ്ങോട്ട് വന്നോളും. സോ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ചെക്കൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ളത് ബാക്കി നോക്കാം. സോ ഞാനിവിടെ ടെസ്റ്റ് കൊടുക്കുകയാണ്.
ചിലപ്പോൾ ലോഗിൻ ചെയ്യേണ്ടി വരും. നമ്മൾ ഏതായിരുന്നു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നത്? സാധാരണതയിലും ടൈം എടുക്കുന്നുണ്ട്. ഞാനൊന്ന് ഇൻസെഷൻ കൊടുക്കുകയാണ്. എന്തോ ഒരു ടൈം എടുക്കുന്നുണ്ട്. സാധാരണതയിലും ടൈം എടുക്കുന്നുണ്ടല്ലോ വീണ്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിവിടെ ലീവ് ചെയ്യാം. വരുമോ നോക്കാം. നമുക്ക് പോയിട്ട് ബാക്കിയുള്ളതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലല്ലോ. നമ്മൾ ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആവുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ന്യൂ ടെസ്റ്റ് മോഡിലുള്ള എന്തെങ്കിലും ബഗ് ആയിരിക്കും. നോക്കാം, വരുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടെസ്റ്റ് എന്ത് ചെയ്യാം, പഴയ ടെസ്റ്റ് മോഡിലിടാം. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. അല്ല, എന്നാലും അത് ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. എൻഡ് ചെയ്തേക്കാം. ഓക്കെ. അപ്പം നമുക്ക്
നമ്മുടെ ചെക്കൗട്ട് എന്നുള്ള ഈ ബട്ടണിലുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിൽ നമ്മൾ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റമർ ചെക്കൗട്ട് എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അയാളുടെ പേരിൽ ഒരു ഓർഡർ അവിടെ ക്രിയേറ്റ് ആവണം. ആ ഓർഡറിൽ അയാൾ കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് മൊത്തം എന്ത് ചെയ്യണം, അങ്ങോട്ട് സ്റ്റോർ ആയിട്ട് ഓർഡറിനൊരു ഓർഡർ ഐ ഡി വേണം. അതേപോലെ അതിനൊരു എന്താ പറയുക ഡേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണം. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് സ്റ്റോർ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡോക്യുമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. എല്ലാ ഇ കൊമേഴ്സ് ആപ്പുകളും ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഡാറ്റ നമ്മുടെ ടേബിളിലേക്കോ കളക്ഷനിലേക്കോ കൊണ്ടുപോയിട്ട് അവിടെ ആഡ് ചെയ്ത് കിടക്കും. എന്നിട്ട് അതാണ് പിന്നീട് ഫെച്ച് ചെയ്ത് പല സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം അപ്പുറത്ത് ഓണർ ആണെങ്കിൽ ഓണർക്ക് കാണാൻ പറ്റും ആരൊക്കെ ഓർഡർ പ്ലേസ് ചെയ്തു എന്നുള്ളത്. അത് ഈ ഒരു കളക്ഷനിലെ ഡാറ്റ മുഴുവൻ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ ചെക്കൗട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ ഓർഡർ എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ആവണം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു കളക്ഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഓർഡർ ഐ ഡി ഉണ്ട്. ആ ഐ ഡി നമുക്ക് റാൻഡമായിട്ടൊരു ഐ ഡി ജനറേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. യൂസർ ആരാണെന്നുള്ളത് യൂസർ റെഫറൻസ് വേണം, ടോട്ടൽ എമൗണ്ട് വേണം, ഐറ്റംസ് വേണം, സ്റ്റാറ്റസ്, അതായത് ഓർഡർ കൺഫേംഡ് ആണ്, ഡെലിവേർഡ് ആണ്, ഡിസ്പാച്ചഡ് ആണ്, അങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റസ്, ക്യാൻസൽഡ് ആണോ, അതൊക്കെ നമുക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഫീൽഡ്, ഓർഡർ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ഓർഡറിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പം അത് ചെയ്തിരിക്കുന്ന ഡേറ്റ്, ഡെലിവറി അഡ്രസ്സ്, ഏത് അഡ്രസ്സിലേക്കാണ് ഇത് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു അഡ്രസ്സ്, ദെൻ കോണ്ടാക്റ്റ്, ഫോൺ നമ്പർ, ദെൻ നെയിം, ട്രാൻസാക്ഷൻ ഐ ഡി, പേയ്മെൻറ്റ് സ്റ്റാറ്റസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ചെക്കൗട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ കാർട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ആ ഫീൽഡുകൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അഡ്രസ്സ് എന്നൊരു ഫീൽഡ് അഡീഷണലി വരുന്നുണ്ട്. അതായത് നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ ഓൾറെഡി ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ യൂസർ അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പേരിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം. സോ നമുക്ക് ഈ ചെക്കൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചെക്കൗട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പോപ്പപ്പ് വിൻഡോ വല്ലതും കൊടുക്കാം, അല്ലെങ്കിൽ അടുത്ത ഒരു പേജിലേക്ക് കൊടുക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ യൂസറിൻ്റെ പേര്, ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സ്, ഫോൺ നമ്പർ, ടോട്ടൽ എമൗണ്ട് അവിടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇത്രയും ചെയ്ത ശേഷം പേ ആൻഡ് ഓർഡർ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാർട്ട് എന്നുള്ള പേജ് അതേപടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ചെക്കൗട്ട് എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് ഈ കാർട്ട് എന്നുള്ള ടൈറ്റിൽ നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, നമ്മളിതൊരു കോമ്പണൻ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഈ കാർട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ചെക്കൗട്ട് എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നു. ബാക്ക് ബട്ടൺ ഓൾവേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ നോക്കുന്നില്ല. ഈ ലിസ്റ്റ് വ്യൂ നമുക്ക് ഇനി ഇവിടെ വേണ്ട. സോ നമ്മൾ ആ ലിസ്റ്റ് വ്യൂ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. കാർട്ട് ടോട്ടൽ എന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ഈ കാർട്ട് ടോട്ടൽ എന്നുള്ള ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് മാറ്റിയിട്ട് പേയബിൾ എമൗണ്ട് എന്ന് കൊടുക്കാം. പേയബിൾ എമൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു എമൗണ്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്കിനി വേണ്ടത്, ഇവിടെ യൂസറിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ഡിഫോൾട്ട് നമ്മുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറിൻ്റെ പേര് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. അതല്ലാതെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഒക്കെ ആഡ് ചെയ്യാനുള്ള ഫീൽഡ് നമുക്ക് കൊടുക്കാം. സോ ഞാനിവിടെ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ്സ് നമുക്ക് എടുക്കാം. ഒരു ടെക്സ്റ്റ് ഫീൽഡ് എടുക്കുന്നു, ഇവിടെ ആഡ് ചെയ്യുന്നു. ഈ ടെക്സ്റ്റ് ഫീൽഡ് വിഡ്ത്ത് മാക്സിമം ആക്കുന്നു. ദെൻ ഈ ടെക്സ്റ്റ് ഫീൽഡിൽ നമ്മൾ ഹിൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെയിം എന്ന് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഈ നെയിമിൽ മേ ബി, അതായത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ചിലപ്പോൾ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ തന്നെ അയാളുടെ പേരിലായിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി അവിടെ ലോഡ് ചെയ്ത് വെക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇവിടെ ഇതിനകത്ത് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് ഉണ്ട്. സോ നമ്മളത് അവിടെ ക്ലിക്ക് ചെയ്ത് അത് ഡൈനാമിക് ആക്കിയിട്ട് ഓതൻറ്റിക്കേറ്റഡ് യൂസർ, അയാളുടെ ഡിസ്പ്ലേ നെയിം കൊടുക്കുന്നു. സോ ഈ ഒരു പേജിലേക്ക് വരുമ്പം ഓൾറെഡി അയാളുടെ പേര് അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഫോൺ നമ്പറാണ്, കോൺടാക്ട് നമ്പറാണ്. സോ നമ്മളത് ഇവിടെ വയ്ക്കുന്നു. ദെൻ അതിൻ്റെ മുകളിൽ നമുക്ക്
പാഡിങ് ഇടാം, വിഡ്ത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് ഫീൽഡ് ഫോൺ നമ്പർ എന്ന് കൊടുക്കുന്നു. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇനീഷ്യൽ വാല്യൂ നമുക്ക് കൊടുത്തേക്കാം. സോറി, ലേബൽ ടെക്സ്റ്റ് അല്ല, ഇനീഷ്യൽ വാല്യൂ ഒതന്റിക്കേറ്റഡ് യൂസറിൻ്റെ ഫോൺ നമ്പറാണ്. സോ നമ്മൾ അതും കൊടുത്തേക്കാം. ഇനി നമുക്ക് വേണ്ടത് അഡ്രസ്സാണ്, ഡെലിവറി അഡ്രസ്സാണ്. സോ നമുക്ക് അതിനുള്ള ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കാം. ഈ ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ വിഡ്ത്ത് മാക്സിമം ആക്കുന്നു, പാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് ഈ ഒരു വലിപ്പം പോരാ, നമുക്കൊരു 4-5 ലൈനൊക്കെ വേണം. സോ നമ്മൾ മാക്സിമം ലൈൻ എന്നുള്ളത് ഒരു 5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വലിപ്പമുള്ള ഫീൽഡാവും. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്ലേസ് ഹോൾഡർ മാറ്റിയിട്ട് ഡെലിവറി അഡ്രസ് എന്ന് കൊടുക്കാം. സോ തൽക്കാലം നമുക്ക് ഇത്രയും ഫീൽഡ് മതി, നമ്മൾ ഇത്രയല്ലേ നമ്മുടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്കൊന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഓർഡേഴ്സിനകത്ത് യൂസറിൻ്റെ പേര്, കോണ്ടാക്റ്റ്, ഡെലിവറി അഡ്രസ്സ്, ഇത്രയാണ് നമുക്ക് അവിടെ യൂസർ മാനുവലി ടൈപ്പ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം പിന്നെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാനുള്ളതാണ്. സോ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ചെക്കൗട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ ചെക്കൗട്ട് എന്നുള്ള ബട്ടണിൽ പിന്നെ നമ്മൾ നമ്മുടെ നേരത്തെ കണ്ടീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ നിന്ന് ചെക്കൗട്ട് ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു പേജിലേക്ക് വരുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പേ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ചെക്കൗട്ട് എന്നുള്ളത് ടെക്സ്റ്റ് മാറ്റിയിട്ട് പേ ആൻഡ് ഓർഡർ എന്ന് കൊടുക്കാം. അപ്പം ഈ ഒരു എമൗണ്ട് വെച്ച് പേ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ യൂസറിന് എന്ത് ചെയ്യാം, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ കാർട്ട് എന്നുള്ള പേജിൽ ഈ ഒരു ചെക്കൗട്ട് എന്നുള്ള ബട്ടൺ നമുക്ക് ആക്ഷൻ ഇപ്പം തന്നെ കൊടുക്കാം. ആഡ് ആക്ഷൻ, നാവിഗേഷൻ, നാവിഗേറ്റ് ടു ചെക്കൗട്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്കൗട്ട് എന്നുള്ള പേജിലേക്ക് പൊക്കോളൂ. സോ ഇവിടെ ചെക്കൗട്ട് എന്നുള്ള പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേ ആൻഡ് ഓർഡർ എന്നുള്ള ഈ ബട്ടൺ നമുക്ക് ആക്ഷൻ കൊടുക്കാം. അപ്പം സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓർഡർ എന്നുള്ള ഡോക്യുമെന്റിൽ കളക്ഷനിൽ നമ്മളൊരു ഡോക്യുമെന്റ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ അതിനകത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ആക്ഷൻ കൊടുക്കുന്നു, ആഡ് ആക്ഷൻ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആക്ഷൻ ബാക്ക് എൻഡ് ഒരു ഡാറ്റാബേസ്, ഫയർ സ്റ്റോർ, ക്രിയേറ്റ് ഡോക്യുമെന്റ്. ഇവിടെ നമ്മുടെ കളക്ഷൻ ഓർഡേഴ്സ് ആണ്. അപ്പോൾ ഇനി ഓർഡേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് നമ്മുടെ ഓരോ ഫീൽഡും നമ്മൾ മാപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാം ആഡ് ഫീൽഡ് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടതൊക്കെ കൊടുത്ത് വേണ്ടാത്തതൊക്കെ ഫിൽട്ടർ ചെയ്ത് കളയാം. ഓക്കെ, ഏറ്റവും ആദ്യത്തത് ഓർഡർ ഐ ഡി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ഐ ഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അതായത് ചിലപ്പം ചിലപ്പം ഡേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിലുള്ള നമ്പർ ആയിരിക്കും. പല രീതിയിൽ ഓർഡർ ഐ ഡീസ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ ജസ്റ്റ് എനിക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു ഓർഡർ ഐ ഡിയുടെ മെത്തഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ സ്പെസിഫിക് വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ഫ്രം വേരിയബിൾ കൊടുക്കുന്നു. എന്നിട്ട് ഈ അൺസെറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഞാനിവിടെ കമ്പൈൻ ടെക്സ്റ്റ് എടുക്കുകയാണ്. കമ്പൈൻ ടെക്സ്റ്റ് എടുത്തിട്ട് ആദ്യത്തെ ടെക്സ്റ്റ് എന്താണെന്നറിയോ, നമ്മുടെ ഗ്ലോബൽ പ്രോപ്പർട്ടീസിൽ നമ്മുടെ കറന്റ് ടൈം എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇന്നത്തെ ഡേറ്റ് എത്രയാണ്, 18/7/2026. അപ്പം നമ്മൾ സാധാരണ ഡേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ മറ്റേ സ്ലാഷ് ഇട്ടിട്ടോ ഹൈഫൺ ഇട്ടിട്ടോ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ്. അതിന് പകരം ആ നമ്പേഴ്സ് ഒക്കെ അങ്ങ് ജോയിൻ ചെയ്ത് അതൊരു സിംഗിൾ നമ്പർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നോ ഫർദർ ചേഞ്ചസ് എന്നുള്ളത് മാറ്റി എടുത്തിട്ട് ഡേറ്റ് ടൈം ഫോർമാറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നോക്ക്, ഇവിടെ റിലേറ്റീവ് എ മൊമെന്റ് എഗോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല രീതിയിലുള്ള ഫോർമാറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനകത്ത് നോക്ക്, ഇതിലെല്ലാം DMY എന്ന് പറയുന്ന ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഈ കസ്റ്റം എടുക്കുക. കസ്റ്റം എടുത്തിട്ട് ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ D എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂവിൽ കണ്ടോ 18 ഇന്നത്തെ ഡേറ്റ് വന്നു. M കൊടുത്തു കഴിഞ്ഞാൽ M നമ്മൾ ക്യാപിറ്റൽ കൊടുക്കേണ്ടി വരും. M കൊടുത്തു കഴിഞ്ഞാൽ 7 വന്നു. അതേപോലെ Y കൊടുത്തു കഴിഞ്ഞാൽ Y സ്മോൾ കൊടുക്കണം. Y കൊടുത്തു കഴിഞ്ഞാൽ 18/7/2026 ആ നമ്പർ അങ്ങനെ തന്നെ വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ഡേറ്റ് ഒരു നമ്പർ ആക്കി അങ്ങ് കാണിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു റാൻഡം നമ്പറും കൂടെ അങ്ങ് ഡിസ്പ്ലേ ചെയ്യുക. സോ ഇത് കൺഫേം കൊടുക്കുന്നു. സോ ഇന്നത്തെ ഡേറ്റ് എന്ത് ചെയ്തു,
നമ്പറായിട്ട് വന്നു. ഇനി ഈ ഒരു നമ്പർ മാത്രം വെക്കാൻ പറ്റില്ലല്ലോ, കാരണം ഒരു ദിവസം എത്ര ആൾക്കാർ ഓർഡർ പ്ലേസ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആഡ് ടെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കുറേ ഓപ്ഷൻ ഉള്ള അതിനകത്ത് റാൻഡം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബൈ ഡിഫോൾട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് റാൻഡം ഇൻഡിജർ കൊടുക്കുക. എന്നിട്ട് മിനിമം വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100 കൊടുക്കാം. ഒരു 3 നമ്പർ കൊടുക്കാം. അപ്പം 100 മിനിമം. മാക്സിമം എന്ന് പറയുന്നത് 1 2 3 999. സോ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു റാൻഡം വാല്യൂ വരും. ഈ വാല്യൂ ഒന്നും പിന്നെ നമ്മൾ മാറ്റണ്ട. സോ 100നും 999നും ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ അങ്ങ് വരും. സോ ഇത് രണ്ടും ചേർന്നതായിരിക്കും നമ്മുടെ ഓർഡർ നമ്പർ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇതിന്റെ മുമ്പ് വേണമെങ്കിൽ യൂസറിന്റെ പേര് കൂടെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ ഓർഡറിന്റെ ഏതെങ്കിലും OD അങ്ങനെ എന്തെങ്കിലും ഒരു ലെറ്റർ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യും. ഇതുപോലെ കമ്പൈൻ ചെയ്ത് അങ്ങ് പോയാൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയാക്കാം. സോ നമ്മൾ എന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ഓർഡർ ID. ഇനി നമുക്ക് യൂസറാണ്. യൂസർ എന്ന് പറയുന്നത് ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ ആരാണോ അയാളുടെ റെഫറൻസ് ആണ്. സോ നമ്മൾ അൺസെറ്റ് എടുക്കുന്നു, ഓതന്റിക്കേറ്റഡ് യൂസർ റെഫറൻസ്, അത് നമ്മൾ കൺഫേം കൊടുക്കുന്നു. അടുത്തത് ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ എമൗണ്ട് ഓൾറെഡി നമ്മൾ നമ്മുടെ ആപ്പ് സ്റ്റേറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ഫ്രം വേരിയബിൾ കൊടുക്കുന്നു, അൺസെറ്റിൽ പോകുന്നു, ആപ്പ് സ്റ്റേറ്റിൽ ഇത് കാർട്ട് ടോട്ടൽ അത് നമുക്ക് കാണാം. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തത് ഐറ്റംസ് ആണ്. ഐറ്റംസിനകത്ത് നമ്മളതും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാർട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കാർട്ടിലല്ല, ആപ്പ് സ്റ്റേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ആദ്യം ലിസ്റ്റ് അപ്ഡേറ്റ് ടൈപ്പ് എന്നുള്ളത് സെറ്റ് വാല്യൂ എന്ന് കൊടുക്കുക. അതായത് ഐറ്റംസ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ലിസ്റ്റാണ് നമ്മുടെ ഡാറ്റാബേസിൽ. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് നമ്മൾ ഡാറ്റ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയല്ല, ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മൾ അതുകൊണ്ടാണ് സെറ്റ് വാല്യൂ സെലക്ട് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും. പിന്നെ അടുത്ത ഐറ്റം ആഡ് ചെയ്യാൻ നമ്മൾ അടുത്ത ആക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായി പോകും. സോ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി കാർട്ടിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ലിസ്റ്റ് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അൺസെറ്റ് സെലക്ട് ചെയ്യുന്നു, ആപ്പ് സ്റ്റേറ്റ് എടുക്കുന്നു, നമ്മൾ ഉണ്ടാക്കി വെച്ച ലിസ്റ്റ് കാർട്ട് അതങ്ങ് കൊടുക്കുന്നു, കൺഫേം. സോ ഐറ്റംസ് ആയി. ഇനി നമുക്ക് സ്റ്റാറ്റസ് ആണ്. അതായത് നമ്മുടെ ഈ ഓർഡറിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അത് നമുക്ക് സ്പെസിഫിക് വാല്യൂ. ഇവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താണ് സ്റ്റാറ്റസ് എന്തായിരിക്കും, ഓർഡർ കൺഫേം ആവുക എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റാറ്റസ്. സോ നമുക്ക് കൺഫേംഡ് എന്ന് കൊടുക്കാം. സോ ഓർഡർ കൺഫേംഡ് എന്നുള്ള സ്റ്റാറ്റസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർ തന്നെ ഓർഡർ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ക്യാൻസൽഡ് എന്നാവും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഓണർ വന്നിട്ട് ഓർഡർ ഡിസ്പാച്ച് ചെയ്തു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പാച്ച്ഡ് എന്നാവും. ഇനി അതല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ ഡെലിവർ ആയി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും ബട്ടണോ എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെലിവേർഡ് എന്നാവും. സോ നമ്മൾ അത്തരത്തിലുള്ള സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കാം. സോ ഇപ്പം നമ്മൾ കൺഫേംഡ്. ഇനി ക്രിയേറ്റഡ് ഡേറ്റ്, അത് നമ്മൾ ഇന്നത്തെ ഡേറ്റ് ആണ്. ജസ്റ്റ് ഗ്ലോബൽ പ്രോപ്പർട്ടീസ് എടുക്കുന്നു, കറണ്ട് ടൈം കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ലാസ്റ്റ് അപ്ഡേറ്റഡ് ഡേറ്റ്, അതായത് ഈ ഒരു ഓർഡറിന്റെ പുറത്ത് എന്ത് ആക്ടിവിറ്റി നടന്നാലും, അതായത് ക്യാൻസൽ ചെയ്താലും ഓർഡർ ഷിപ്പ് ചെയ്താലും ഡെലിവർ ആയി കഴിഞ്ഞാലും ഒക്കെ ഇതിനകത്ത് ഓരോ അപ്ഡേറ്റ് നടക്കുന്നുണ്ട്. സോ ആ അപ്ഡേറ്റ് നടക്കുന്ന ഡേറ്റ് ആണ്. സോ ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ് എന്താണ്, ഓർഡർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇന്നത്തെ ഡേറ്റ് തന്നെ നമ്മളങ്ങ് മാപ്പ് ചെയ്യുന്നു. അടുത്തത് ഡെലിവറി അഡ്രസ് ആണ്. അതിവിടെ യൂസർ ടൈപ്പ് ചെയ്തിരിക്കുന്ന അഡ്രസ് ആണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം വേരിയബിൾ അൺസെറ്റ് വിഡ്ജറ്റ് സ്റ്റേറ്റ്, ഇവിടെ നമ്മുടെ ഡെലിവറി അഡ്രസ് കൊടുക്കുന്നു. അടുത്തത് കോണ്ടാക്റ്റ് ആണ്. അതും ഫ്രം വേരിയബിൾ വിഡ്ജറ്റ് സ്റ്റേറ്റ്, ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ. അടുത്തത് നെയിം ആണ്. നെയിം ഫ്രം വേരിയബിൾ വിഡ്ജറ്റ് സ്റ്റേറ്റ്, ഇവിടെ നമ്മുടെ നെയിം എന്നുള്ള ടെക്സ്റ്റ് ഫീൽഡ്. അടുത്തതിന് ട്രാൻസാക്ഷൻ ഐഡിയും പേയ്മെന്റ് സ്റ്റാറ്റസും ഉണ്ട്. ഇത് നമുക്ക് തൽക്കാലം ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പേയ്മെന്റ് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. സോ തൽക്കാലം പേയ്മെന്റ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതായത് പ്രൊജക്റ്റിന് മുമ്പായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അപ്പം നമ്മളൊരു പേയ്മെന്റ് ഗേറ്റ്വേയും ഒക്കെ നമുക്കൊരു സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഇത് രണ്ടും അതിനു വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഐ ഡി കളഞ്ഞിട്ട് പേയ്മെന്റ് സ്റ്റാറ്റസ് വേണമെങ്കിൽ അൺപെയ്ഡ് എന്ന് വേണമെങ്കിൽ വെക്കാം. തൽക്കാലം അതങ്ങനെ ഇരുന്നോട്ടെ. സോ ഇത്രയും ഡീറ്റെയിൽസ് ആക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് അവിടെ ക്രിയേറ്റ് ആവും. ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്തെന്ന് അർത്ഥം. സോ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് യൂസറിന് കാണിച്ചിട്ട് അയാളെ ആ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള പേജിലേക്ക് വിട്ടാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സക്സസ് ഡയലോഗ്
നമുക്ക് ഡിസൈൻ ചെയ്യണം. അപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു സക്സസ് ഡയലോഗ് ചെയ്തിട്ടുണ്ട്. അതെ, പ്രൊഡക്റ്റ് ആഡ് ചെയ്തത് സക്സസ് ആയി എന്നും പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ഡയലോഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ ഇത് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പണൻസ് എങ്ങനെ റീയൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇപ്പം ഞാൻ അത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സമയമില്ലല്ലോ. സോ ഞാൻ ഈ പ്രൊഡക്റ്റ് ആഡ് സക്സസ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഓർഡർ സക്സസ് എന്ന് കൊടുക്കുന്നു. ഓർഡർ സക്സസ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ആഡ് അനദർ പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് വേണ്ട, പകരം ഈ ഗോ ടു പ്രൊഡക്ട്സ് എന്നുള്ളത് ഈ ടെക്സ്റ്റ് മാറ്റിയിട്ട് നമുക്ക് ഷോ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വ്യൂ ഓർഡർ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി ഈ പ്രൊഡക്റ്റ് ആഡർ എന്നുള്ളതിന് പകരം ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി, അത് നമുക്ക് സെൻട്രൽ ലൈൻ കൊടുക്കാം. അപ്പം ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് വരും. ഇത് നമ്മൾ ഓൾറെഡി ആനിമേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മൾ അതൊന്നും മാറ്റാൻ നിൽക്കുന്നില്ല. വ്യൂ ഓർഡർ എന്നുള്ള ഈ ഒരു ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഈ ഒരു അതങ്ങ് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അവിടെ നമുക്കിനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതേപോലെ ഇതിന് വേറെ പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു, പാസ്ഡ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് അവിടെ ആക്ഷൻ പാസ് ചെയ്യല്ല വേണ്ടത്, തൽക്കാലം ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറെ 1-2 പരിപാടികൾ അവിടെ ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത പേജിലേക്ക് പോയിട്ട് പറയാം. ഇവിടെ ഓൾറെഡി എന്തോ 2 എറർ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഡയലോഗ് ബോക്സിന് നമ്മൾ സൗണ്ടിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കളഞ്ഞേക്കട്ടെ. നമ്മളൊന്ന് സൗണ്ട് പ്ലേ ആയില്ലല്ലോ. നമുക്കത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ദിവസം നോക്കാം കേട്ടോ, സൗണ്ട് പ്ലേ ആവുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡയലോഗ് ബോക്സ് ദെൻ ഇവിടെ ഓർഡർ സക്സസ്, ഇവിടുത്തെ ഡയലോഗ് ബോക്സ്, ഇതിൻ്റെയും സൗണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് അവിടെ കാണിക്കണം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ചെക്കൗട്ട് എന്നുള്ള പേജിൽ പേ ആൻഡ് ഓർഡർ നമ്മൾ ഓൾറെഡി ഒരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതിന് നമ്മൾ ആക്ഷൻ ഫ്ലോ എഡിറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ അടുത്ത ആഡ് ആക്ഷൻ, അവിടെ നമ്മൾ കസ്റ്റം ഡയലോഗ് ഒന്ന് സെർച്ച് ചെയ്യുക. അലേർട്ട് ഡയലോഗ്, കസ്റ്റം ഡയലോഗ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഡർ സക്സസ് സെലക്ട് ചെയ്യുന്നു. വിഡ്ത്ത് മാക്സിമം, ഹൈറ്റ് കൊടുക്കുന്നില്ല. ബാഡ്ജർ കളർ നമ്മൾ ഒരു 50% കൊടുക്കുന്നു. ദെൻ ഈ ഒരു ഡയലോഗ് ബോക്സ് അവിടെ വന്നോളും. അലൈൻമെന്റ് ഞാൻ സെൻറ്റർ കൊടുക്കുന്നു. സോ ഈ ഒരു ഡയലോഗ് ബോക്സ് വന്ന് അതിനകത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ഡയലോഗ് ബോക്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡയലോഗ് ബോക്സിൽ നിന്ന് പിന്നെ നമുക്ക് തിരിച്ച് ഈ ഒരു പേജിലേക്ക് വരാൻ പാടില്ല. അതായത് ഇവിടെ ഇപ്പം ഡയലോഗ് ബോക്സ് വന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഈ എംപ്റ്റി സ്പേസിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് പോകുന്ന ഡയലോഗ് ബോക്സ് കണ്ടിട്ടുണ്ടാകും. സോ നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല, കാരണം ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞു. പിന്നെ ഈ ഒരു പേജിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് എന്താ പറയുക, അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. കാരണം ഓർഡർ പ്ലേസ് ആയിട്ട് പിന്നെയും ഇവിടുന്ന് ഡാറ്റ എൻ്റർ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ആവുക എന്നുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് വേണ്ട. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന കൂട്ടത്തിൽ നോൺ ഡിസ്മിസിബിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. അതായത് നമ്മൾ അതിനകത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലല്ലാതെ അത് യാതൊരു തരത്തിലും ക്ലോസ് ചെയ്യില്ല. സോ നമ്മൾ അതിലുള്ള ബട്ടൺ എന്താണ്, വ്യൂ ഓർഡർ ആണ്. അപ്പം നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ആ പേജിലേക്ക് പൊക്കോളും. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഓൺ ചെയ്ത് വെക്കാം. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടിൽ പിന്നെ ഐറ്റംസ് ഒന്നും വേണ്ട, കാർട്ട് ക്ലിയർ ചെയ്യണം. അതേപോലെ ഈ ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് അതും അങ്ങ് ക്ലിയർ ചെയ്ത് കളയണം. സോ നമ്മൾ കാർട്ട് ക്ലിയർ ചെയ്യുക, ഓർഡറിലെ ടോട്ടൽ എമൗണ്ട് ക്ലിയർ ചെയ്യുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ആക്ഷൻ, സ്റ്റേറ്റ് മാനേജ്മെന്റ്, അപ്ഡേറ്റ് ആപ്പ് സ്റ്റേറ്റ്. എന്നിട്ട് ആദ്യത്തെ ഫീൽഡ് എന്താണ്, കാർട്ടാണ്. കാർട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തേക്കാം. അപ്പം ആ കാർട്ട് അങ്ങോട്ട് ക്ലിയർ ആവും. ദെൻ അടുത്ത ഫീൽഡ് കാർട്ട് ടോട്ടലാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ വാല്യൂ കൊടുക്കുന്നു. സോ ഈ 2 ഫീൽഡും അങ്ങോട്ട് ക്ലിയർ ആവും. സോ കാർട്ട് എംപ്റ്റി ആകും, ഓർഡർ പ്ലേസ് ആകും, സക്സസ് ഡയലോഗ് അവിടെ ഡിസ്പ്ലേ ആകും. ഇത്രയും കംപ്ലീറ്റ് ആകും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം കൂടെ ഉണ്ട്, നമുക്ക് 10:15 ഉള്ളൂ. സോ നമുക്ക് ഓർഡർ സക്സസ് ആയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന പേജും ഓർഡേഴ്സ് മൊത്തം കാണാൻ പറ്റുന്ന പേജും അതും കൂടെ നമുക്ക് അങ്ങ് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എന്നും പറഞ്ഞിട്ട് ഓൾറെഡി ഇവിടെ ഒരു പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട
കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഓർഡർ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ ഓർഡറിന്റെ കാര്യങ്ങളൊക്കെ കാണുന്ന പേജും കൂടെ സെറ്റ് ചെയ്യാം. അപ്പം അതിനകത്ത് നമുക്ക് ഹോം ലോഗിൻ സെറ്റിംഗ്സ്, ഇവിടെ നമുക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിന് ഓർഡേഴ്സ് എന്ന് കൊടുക്കാം. അതിൻ്റെ സൈസ് നമുക്കൊരു നമ്മുടെ ഈ മറ്റേ പേജിൻ്റെ ഒക്കെ ടൈറ്റിൽ എത്രയായിരുന്നു? 24. സോ ഓർഡേഴ്സ് എന്നുള്ള പേജാണിത്. അപ്പം ഇതിൽ നമുക്കിനി നമുക്ക് താഴേക്ക് ലിസ്റ്റ് ആയിട്ട് കാണിക്കണം എന്ത്, നമ്മുടെ ഓർഡേഴ്സ് മുഴുവൻ. സോ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ കാർട്ടിനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം സാധനം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഓർഡേഴ്സ് എന്നുള്ള ഈ ഒരു കാർട്ടിലുള്ള ഈ ഒരു സ്റ്റൈൽ ഞാൻ അങ്ങ് കോപ്പി ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഓർഡേഴ്സ് എന്നുള്ള പേജിൽ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ലെഫ്റ്റ് അലൈനാണ് ചെയ്യേണ്ടത്. ദെൻ ഇതിൻ്റെ താഴെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കാം. സോ ഇതാണ് നമ്മുടെ ലിസ്റ്റ് വ്യൂ. അപ്പം ഇതിനകത്ത് നിലവിൽ നമ്മളൊരു ബാക്കെൻഡ് വേരിയബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കാർട്ടിലുള്ള ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അതങ്ങ് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പം ഇതിവിടെ ഇമേജിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഒരു ഓർഡറിൽ ചിലപ്പം മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടാവും. സോ നമ്മൾ ഈ ഇമേജ് അങ്ങ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നെയിമിന് പകരം നമുക്ക് ഓർഡർ ഐ ഡി കൊടുക്കാം. ഓർഡർ ഐ ഡി എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ടെക്സ്റ്റ് അങ്ങ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ടെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഓർഡർ ഐ ഡി കൊടുത്തിട്ട് അടുത്ത ആഡ് ടെക്സ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇപ്പം നമുക്ക് 1 2 3 4 5 6 7 തൽക്കാലം കൊടുക്കാം. സോ ഇവിടെ ഓർഡർ ഐ ഡി വിസിബിൾ ആകും. ഓക്കെ, ദെൻ ഇവിടെ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് കാണിക്കേണ്ടത്. സോ നമ്മൾ അത് മതി. സോ നമുക്ക് തൽക്കാലം ഇത്ര മാത്രം വെക്കാം. എന്നിട്ട് ഈ ഡിലീറ്റ് ബട്ടൺ നമുക്ക് ഇവിടെ ആവശ്യമില്ല. സോ നമ്മൾ അത് കളയുന്നു. കട്ടായി പോയിട്ടില്ലല്ലോ? സ്ക്രീൻ ഷെയറിംഗ് പോയിട്ടുണ്ട്. സ്ക്രീൻ ഷെയറിംഗ് പോയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം ഈ ഡിലീറ്റ് ബട്ടൺ നമുക്ക് വേണ്ട, അത് നമുക്ക് കളയാം. ദെൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഐക്കൺ, കുഞ്ഞ് ഐക്കൺ വേണമെങ്കിൽ കൊടുക്കാം. ഒരു കണ്ടെയ്നർ നമുക്കൊരു 50 അല്ലെങ്കിൽ 75 അത്ര വേണ്ട, 60. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിനൊരു ബോർഡർ. സോ ഇതിനകത്ത് നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐക്കൺ കൊടുത്തേക്കാം. അപ്പം നമ്മളൊരു കാർട്ടിൻ്റെ ചിഹ്നം വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ കാർട്ട്. സോ ഇപ്പം നോക്ക്, ഓർഡറിൻ്റെ ഐ ഡി അവിടെ ഉണ്ടാവും. അതേപോലെ ഇവിടെ നമുക്ക് ആ ഓർഡറിൻ്റെ ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം, ഓർഡേഴ്സ് അവിടെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജിൽ പിന്നെ കംപ്ലീറ്റ് ഓർഡേഴ്സ് ലിസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ, അതായത് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സ് മൊത്തം അവിടെ കാണണം. സോ നമുക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ലിസ്റ്റ് വ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഇതിലൊരു വാല്യൂ ഉണ്ട്, അത് ഞാനൊന്ന് റിമൂവ് ചെയ്ത് കളയാണ്. 1 2 3 വേറെ എന്തോ ഒരു എറർ വന്ന് എടുക്കണ്ടല്ലോ, ഡോക്യുമെന്റ് റെഫറൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിലീറ്റ്. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കെൻഡ് ക്വറി പോയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി, അതായത് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് കളക്ഷൻ അവിടെ ഉണ്ട്. അവിടെയുള്ള കംപ്ലീറ്റ് ഓർഡേഴ്സ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടണം. അപ്പം അതിന് നമ്മൾ ആഡ് ക്വറി കളക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓർഡേഴ്സ് ആണ്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ നമുക്ക് ഇപ്പം ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ ആരാണോ അയാളുടെ ഓർഡേഴ്സ് മാത്രം കണ്ടാൽ മതി. സോ നമ്മൾ ഇവിടെ ഫിൽട്ടർ ചെയ്യണം.
അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ യൂസർ എന്ന ഫീൽഡ് അതാരായിരിക്കണം, കറന്റ് ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ ആയിരിക്കണം. സോ ഈക്വൽ ടു അൺസെറ്റ് എടുത്തിട്ട് ഓതന്റിക്കേറ്റഡ് യൂസർ, അയാളുടെ റെഫറൻസ്. സോ ഇപ്പം ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറിന്റെ ഓർഡേഴ്സ് മാത്രം എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് ക്ലിയർ ആണോ? യെസ്. അപ്പം നമ്മൾ കൺഫേം കൊടുക്കുന്നു. അപ്പോൾ അതെ ഇവിടെ വരും. അപ്പം നമ്മൾ ഓർഡേഴ്സ് ഇതേപോലെ ലിസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എന്താ പറയുക, മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്ത് വേണമെങ്കിൽ വേറെ ഫീൽഡൊക്കെ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർഡർ സ്റ്റാറ്റസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ തോന്നി. അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാം, കുഴപ്പമില്ല. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഇതാണ് ഓർഡേഴ്സ് എന്ന പേജ്. സോ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാന്നറിയോ, ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്തത് പ്രോപ്പർ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നത് ചെയ്യാം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാണ്, ഇവിടെ നമ്മുടെ കോമ്പണൻ്റ് ഉണ്ടല്ലോ, അതായത് ഓർഡർ സക്സസ് എന്നുള്ള കോമ്പണൻ്റ്, ഈ ബട്ടൺ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ആഡ് ആക്ഷൻ, നാവിഗേഷൻ, നാവിഗേറ്റ് ടു ഓർഡേഴ്സ് എന്നുള്ള പേജ് കൊടുക്കുകയാണ്. ദെൻ ഒരു അഡീഷണൽ ആക്ഷനും കൂടെ ഡിസ്മിസ് ചെയ്യണം നമുക്ക്, ഡയലോഗ് ബോക്സ്, ഡിസ്മിസ് ഡയലോഗ് ബോക്സും കൂടെ കൊടുക്കുന്നു. സോ ഈ ഒരു ബട്ടൺ കാർട്ടിൽ ചെക്കൗട്ട്, ഇതിന് ആക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ചെക്കൗട്ട് എന്നുള്ള പേജ്, അതിൽ ആക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇപ്പം ഞാൻ പഴയ ടെസ്റ്റ് മോഡാണ്, ഈ യൂസ് ന്യൂ ടെസ്റ്റ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ഒന്നും ഇല്ലാതെ വരുമോ നോക്കാം. ഓക്കെ, അപ്പം മെയിൽ ഐ ഡി ഇതായിരുന്നു എന്ന് തോന്നുന്നു. പാസ്വേഡ് ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മുടെ കാർട്ടിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ കാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, കാർട്ട് ടോട്ടൽ 0, ചെക്കൗട്ട്. നമ്മുടെ എം ടി ലിസ്റ്റ് വിഡ്ജറ്റ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ അതിനെന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പം തന്നെ ഒന്ന് നോക്കിയേക്കട്ടെ. കാർട്ട് ലിസ്റ്റ് വ്യൂ, എം ടി ലിസ്റ്റ് വിഡ്ജറ്റ്, ഇത് നമ്മൾ കൊടുത്തതല്ലേ, അത് ഓഫായി പോയോ? ഓക്കെ, ഈ വ്യൂ ഇൻ യു ഐ ബിൽഡറിന് പകരം ഞാൻ ഇത് പോയിട്ട് ഓഫാക്കി, അപ്പോൾ അത് പോയതാണ്. നമുക്ക് അതൊന്ന് ഇൻസ്റ്റൻട്രിയിലൂടെ എടുത്തേക്കാം.
ഇവിടെ കാർട്ടിൽ പോകുന്നു. ഇപ്പം നമുക്ക് ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നോ ഐറ്റംസ് ഇൻ കാർട്ട് ഇവിടെ 0 ആണ്. ചെക്കൗട്ട് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പോവാം. എന്നിട്ട് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. നമുക്കൊരു ഫുൾ സ്ലീവ് ഷർട്ട് ആഡ് ടു കാർട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇമേജ് ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പം അതാണ് ആ ഹീറോ ആനിമേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ ആഡ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഗോ ടു കാർട്ട് ഉണ്ട്. പകരം ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. ബാഗി ജീൻസ് ആഡ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഗോ ടു കാർട്ട് കൊടുക്കാം. ഈ ബട്ടൺ നമ്മൾ ആക്ഷൻ കൊടുത്തിട്ടില്ല. തൽക്കാലം നമുക്ക് ഇവിടെ പോവാം. ഇവിടെ ഇപ്പോൾ ഇതേ കൗണ്ട് 2 കാണിക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതേ ആഡ് ചെയ്ത 2 ഐറ്റത്തിൻ്റെയും ടോട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സോ ചെക്കൗട്ട് കൊടുക്കുമ്പോൾ ഇതേ ഇവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം യൂസർ ലോഗിൻ ചെയ്ത ആളുടെ പേര് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, ഫോൺ നമ്പറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ അഡ്രസ്സ് സം ഹൗസ് സം സ്ട്രീറ്റ് കൊച്ചി, എന്തെങ്കിലും ഒരു പിൻ നമ്പർ കൊടുക്കുന്നു. ദെൻ നമുക്ക് പേ ആൻഡ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി. നമ്മൾ വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഓർഡർ അവിടെ ക്രിയേറ്റ് ആയി. ദെൻ വ്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓർഡേഴ്സ് എന്നുള്ള ഈ ഒരു പേജിലേക്ക്. നമ്മളിവിടെ വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഓർഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്, ഈ വാല്യൂസ് ഒന്നും നമ്മൾ മാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ അനദർ ആപ്പ് ഒന്ന് റീഫ്രഷ് ചെയ്യാം, നമ്മുടെ ഫയർബേസ്. ഇവിടെ നമുക്ക് ഓർഡേഴ്സ് എന്നുള്ള കളക്ഷനിൽ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. നോക്ക്, പേരും ഓർഡർ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഓർഡർ ക്രിയേറ്റ് ആയി. അത്രയും ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ ഓർഡേഴ്സ് എന്നുള്ള ഈ പേജിൽ ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓർഡർ ഐ ഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് കോമ്പിനേഷൻ ഇവിടെ നമ്മൾ വെറുതെ ഡമ്മി ടെക്സ്റ്റ് ആണ് കൊടുത്തത്. അതിന് പകരം നമ്മൾ ഓർഡേഴ്സ് ഡോക്യുമെന്റിലെ ഓർഡർ ഐ ഡി കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ഇവിടെ ടോട്ടൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എമൗണ്ട് എടുക്കുന്നു, ഓർഡേഴ്സ് ഡോക്യുമെന്റ് ടോട്ടൽ എമൗണ്ട് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പം അതിന് വേണമെങ്കിൽ ഇതിപ്പം എന്താണ്, കോളം ഇവിടെ നമുക്കൊരു പ്ലസ് ടെക്സ്റ്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. സ്റ്റാറ്റസ്, ഈ സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെമി ബോൾഡ് വെക്കാം. ഇതിന് ഇത്ര സൈസ് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാറ്റസ് എന്നുള്ളതിന് പകരം ഡാറ്റാബേസിലുള്ള നമ്മുടെ ഓർഡേഴ്സ് ഡോക്യുമെന്റിന്റെ സ്റ്റാറ്റസ് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആപ്പുകളിലൊക്കെ ഓർഡറിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഈ ടെക്സ്റ്റിന്റെ കളർ മാറ്റം ഉണ്ടാവും. ഓർഡർ കൺഫേംഡ് ആണെങ്കിൽ യെല്ലോ, ഗ്രീന്, അതേപോലെ ക്യാൻസൽഡ് ആണെങ്കിൽ റെഡ്, അപ്പം ഡിസ്പാച്ചഡ് ആണെങ്കിൽ ഒരു കളർ. അപ്പം അങ്ങനെ പല രീതിയിൽ കളർ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഇവിടെ കളർ കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എടുക്കുന്നു. ഇവിടെ അതെ ടെക്സ്റ്റ് കളർ എന്നുള്ളതിന് ഇവിടെ നമ്മൾ സാധാരണ കളർ കൊടുക്കുന്നതിന് പകരം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷണൽ വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഓരോ കണ്ടീഷനും ഓരോ കളർ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സിംഗിൾ കണ്ടീഷൻ എടുക്കുന്നു. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓർഡേഴ്സ് ഡോക്യുമെന്റിലെ സ്റ്റാറ്റസ് ആണ്. എന്നിട്ട് ഈ സ്റ്റാറ്റസ് ഈക്വൽ ടു കൺഫേംഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, അതിന് നമുക്ക് യെല്ലോ കൊടുക്കാം. വാണിങ് കുഴപ്പമില്ലാത്തൊരു കളറാണ്, നമുക്ക് യെല്ലോ കൊടുക്കാം. യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് തന്നെ മതി. ഓക്കെ, ദെൻ ഇവിടെ എൽസ് ഉണ്ട്, അതായത് കൺഫേംഡ് അല്ലാത്ത സിറ്റുവേഷൻ. അപ്പം നമുക്ക് അതിന് പകരം ഇവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷനും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ അടുത്ത കണ്ടീഷൻ സിംഗിൾ കണ്ടീഷൻ, ഇവിടെ നമ്മൾ എന്താണ് സെയിം പരിപാടി തന്നെ, നമ്മുടെ ഓർഡേഴ്സ് ഡോക്യുമെന്റിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഷിപ്പ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഗ്രീൻ കൊടുക്കാം. അതായത് സാധനം അവിടുന്ന് പോകുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഗ്രീൻ കൊടുക്കാം. സക്സസ് ഗ്രീൻ അല്ല പ്രോപ്പർ, നമുക്ക് ഈ ഒരു ഗ്രീൻ കൊടുക്കാം. സോ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീന്. ദെൻ നമുക്ക് വേണമെങ്കിൽ ബാക്കി എല്ലാത്തിനും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഡ് കൊടുത്തേക്കാം തൽക്കാലം.
ഞാൻ ഒരുപാട് ഇതൊന്നും ഇതാക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ 3 സിറ്റുവേഷൻ 3 കളർ കൺഫേം കൊടുക്കുന്നു. നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഇൻസ്റ്റന്റ് റീലോഡ് അടിച്ച് നോക്കാം. നമ്മുടെ ആ ഒരു കൺഫേംഡ് എന്നുള്ള സ്റ്റാറ്റസിന് കറക്റ്റ് കളർ വരുന്നുണ്ടോ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മുടെ ഓർഡേഴ്സ് എന്നുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടത്തെ സ്റ്റാറ്റസ് കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു യെല്ലോ കളറിൽ കാണാം. ഇതിപ്പോൾ തൽക്കാലം ഞാൻ വെറുതെ ഒരു കളർ കൊടുത്തുന്നുള്ളൂ. കാണാൻ കുറച്ചും കൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കളറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മുടെ ഓർഡേഴ്സ് എന്നുള്ള ആ ഒരു പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കത് പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് നമുക്കതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഏതെങ്കിലും ഒരു പേജ്, കാർട്ടോ അല്ലെങ്കിൽ ചെക്കൗട്ടോ ഏതെങ്കിലും ഒരു പേജ്, ഇപ്പോൾ ഈ ചെക്കൗട്ട് എന്നുള്ള പേജ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പേര് കൊടുക്കുന്നു. ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പേര് കൊടുക്കുന്നു. ചെക്കൗട്ട് എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് ഓർഡർ ഡീറ്റെയിൽസ്. നമുക്ക് ഇതൊന്നും വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ഈ ഒരു ബട്ടൺ വേണ്ട. നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാനങ്ങ് എന്ത് ചെയ്യണമെന്നറിയോ, അതേപടി കോപ്പി ചെയ്തിട്ട് ഡീറ്റെയിൽസ് അവിടെ പോയി. ഓ, ഇതിന്റെ പേര് മാറിയില്ല അല്ലേ. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിരുന്നു. ദെൻ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. സോ ഞാൻ ഈ ടെക്സ്റ്റ് എടുത്തിട്ട് ഇതിന്റെ താഴെ തന്നെ ഇടുകയാണ്, ഈ കോളത്തിൽ ഓർഡർ സ്റ്റാറ്റസ് എന്നുള്ളത്. ദെൻ അതിന്റെ സൈസ് 14 തന്നെ കൊടുക്കുന്നു. സോ ഇവിടെ ഈ ഒരു പേജിലേക്ക് നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഓർഡേഴ്സ് എന്നുള്ള ആ പേജിൽ നിന്നും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പേജാണിത്. സോ ഇവിടെ നമ്മുടെ ഓർഡേഴ്സിന്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നമുക്കിവിടെ പേജ് പാരാമീറ്റേഴ്സിൽ ആഡ് പാരാമീറ്റർ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പാസ്ഡ് ഓർഡർ എന്നും പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് എന്ന് കൊടുക്കാം. ഡോക്യുമെന്റിന്റെ ടൈപ്പ് ഓർഡേഴ്സ് ആണ്. സോ ഇവിടെ നമ്മൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ഓർഡർ ഏതാണോ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ കാണിക്കുക. സോ നമ്മളിവിടെ ഈ ഓർഡർ ഐ ഡി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് കോമ്പിനേഷനകത്ത് ഇത് മാറ്റിയിട്ട് പേജ് പാരാമീറ്റേഴ്സിലെ പാസ്ഡ് ഓർഡർ, അതിന്റെ ഗെറ്റ് ഡോക്യുമെന്റ് പ്രോപ്പർട്ടി, ഓർഡർ ഐ ഡി, കൺഫേം. അടുത്തത് പ്രൈസ് ആണ്. പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാനൊരു ചെറിയൊരു പരിപാടി ചെയ്യാണ്. ടോട്ടൽ എമൗണ്ട് സ്പേസ്, ഇവിടെ നമ്മൾ പേജ് പാരാമീറ്റേഴ്സ്, പാസ്ഡ് ഓർഡർ, ഗെറ്റ് ഡോക്യുമെന്റ് പ്രോപ്പർട്ടി, ടോട്ടൽ എമൗണ്ട്, കൺഫേം. ഇവിടെ സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് പേജ് പാരാമീറ്റർ, പാസ്ഡ് ഓർഡർ, ഗെറ്റ് ഡോക്യുമെന്റ് പ്രോപ്പർട്ടി, സ്റ്റാറ്റസ്, കൺഫേം. ഡിഫോൾട്ട് വാല്യൂ. സോ ഇവിടെ നമ്മുടെ ഓർഡറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഡിസ്പ്ലേ ആവും. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, കണ്ടീഷണൽ വാല്യൂ. ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ടീഷണൽ വാല്യൂ ഇവിടെ എല്ലാത്തിൻ്റെയും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഞാൻ തൽക്കാലം അത് ഒഴിവാക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്നറിയോ, ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. നമ്മുടെ ഈ കോളത്തിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് കൊടുക്കാം. ദെൻ 24/16 ഡെലിവറി അഡ്രസ് അല്ലെങ്കിൽ റെസിപ്പിയൻ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം. റെസിപ്പിയൻ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ട് നമുക്ക് സെമി ബോൾഡ്. ദെൻ ഇതിൻ്റെ താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം,
ഇനി നമ്മുടെ ആ ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആ ഓർഡർ പ്ലേസ് ചെയ്ത ആളുടെ പേരാണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ റെസിപ്പിയൻ ഡീറ്റെയിൽസ് എന്നുള്ള ആ ടെക്സ്റ്റിന് പകരം ഇവിടെ നമ്മൾ പാസ്ഡ് ഓർഡർ, ഗെറ്റ് ഡോക്യുമെന്റ് പ്രോപ്പർട്ടി, ഇവിടെ നമ്മൾ നെയിം സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത ആളുടെ ആ സമയത്ത് നമ്മൾ കൊടുത്ത പേര് ഏതാണോ ആ പേരായിരിക്കും ഇവിടെ വരുന്നത്. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ യൂസറിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. സോ നമ്മൾ ഗെറ്റ് ഡോക്യുമെന്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവറി അഡ്രസ്സ് കൊടുക്കുന്നു. കൺഫേം. അവിടെ നമുക്ക് അഡ്രസ്സ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കാം. ദെൻ ഇതിൻ്റെ താഴെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ വേണം. സോ നമ്മൾ കോണ്ടാക്ട് നോട്ട് ഫൗണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം ഇത് ഞാൻ ജസ്റ്റ് വെറുതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഓർഡറിൻ്റെ പേജും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള പേജൊക്കെ ആയിരിക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. സോ നമ്മൾ ഓർഡേഴ്സ് എന്നുള്ള പേജിൽ ഈ ബട്ടൺ എടുക്കുന്നു, ആഡ് ആക്ഷൻ, നാവിഗേറ്റ് ടു ഓർഡർ ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ കറണ്ട് ഓർഡർ ഡോക്യുമെന്റ് ഏതാണോ അത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. സോ എന്ത് സംഭവിക്കും, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു പേജിലേക്ക് പൊക്കോളും. അത്രയും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് ഇൻസ്റ്റന്റ് റീലോഡ് അടിച്ച് നോക്കാം. സോ നമ്മുടെ ഓർഡേഴ്സ് പേജ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു പേജിലേക്ക് വരും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ഒക്കെ. നമുക്കിനി ഇതിനകത്ത് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ ചെയ്യാനുണ്ട്. അതേപോലെ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇതിപ്പം നമ്മൾ ഓർഡേഴ്സ് എന്നുള്ള പേജ് ഉണ്ടാക്കി, ഇതിപ്പം നിലവിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ വ്യൂ ആണ്. സപ്പോസ് ഇതിനി ഒരു ഷോപ്പ് ഓണറാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ യൂസേഴ്സിൻ്റെ ഓർഡർ ഇവിടെ കാണാൻ പറ്റണം. സോ അതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതേപോലെ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറിനനുസരിച്ച് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ വേണോ വേണ്ടയോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നിപ്പോൾ ഇത്രയും മതി. നമ്മൾ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഒന്ന് എന്താ പറയുക, വാമപ്പ് ആയിട്ട് വരണമായിരുന്നു. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാം. ദെൻ ലാസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം. താങ്ക് യു ഓൾ.